ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഡെയിലി പ്ലാനറിൽ ജൂണിലത്തെ മന്ത് ഞാൻ ചെയ്യാൻ പോകുകയാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പോൾ എൻ്റെ ഡേയ്സും കാര്യങ്ങളും സ്റ്റഡീസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഞാൻ പ്ലാനർ യൂസ് ചെയ്യല് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നും അങ്ങനെ പ്ലാനർ ചെയ്യാൻ പോകുകയാണ്. ഇപ്പോൾ ഇന്ന് വന്നിട്ട് 29-ാം തീയതിയാണ്, മെയ് 29. അപ്പോൾ ഞാൻ ഒരു 3-4 ദിവസം മുമ്പേ, മാസം കഴിയണം 3-4 ദിവസം മുമ്പേ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് ഏപ്രിലിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മെയിലും ചെയ്തിട്ടുണ്ടായില്ല. പകരം ഏപ്രിലും മെയിലും ജസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടായുള്ളൂ. പെൻ വെച്ച് ജസ്റ്റ് കാര്യങ്ങൾ ഒരു 3-4 പേജിലൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ജനുവരിയിലത്തെ പ്ലാനറിന്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ചെന്ന് കാണാട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് തീം വന്നിട്ട്, ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് തീമാണ്. അപ്പോൾ അത് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഫെബ്രുവരിയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഫെബ്രുവരിയിൽ വന്നിട്ടൊരു ബുദ്ധിയല്ല ഉദ്ദേശിച്ചെന്നു വെച്ച് കഴിഞ്ഞാല്, ഒരു ഫെബ്രുവരി എന്നിട്ട് നമ്മള് ഒരു ബൾബിന്റെ തീമായിരുന്നു, ഒരു ബുദ്ധി കത്തണതൊക്കെ. ഫെബ്രുവരിയിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ല, സോറി ഗൈസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ തിരക്കും ഭയങ്കര ബിസി ആയിരുന്നു, അതുകൊണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് വന്നിട്ട് ഒരു ബൾബിന്റെ തീമായിരുന്നു. മാർച്ചിൽ വന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്സാം തീമായിരുന്നു. അപ്പോൾ അത് ഓവറായിട്ടൊന്നും ചെയ്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം കാര്യങ്ങളാണ്, പിന്നെ ഇതൊന്നും ചെയ്യാൻ എഴുതാനൊന്നും സമയം കിട്ടൂല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 2 ഫ്രണ്ട് പേജ് വരച്ചു, അത്ര തന്നെ ഉണ്ടായുള്ളൂ, അപ്പുറത്തേക്കൊന്നും ഇല്ല. ഇത് എന്നിട്ട് എക്സാമിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അത് വന്നിട്ട് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറൊന്നും പ്രത്യേകിച്ച് ഞാൻ മാർച്ചിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ എക്സാം റിസൾട്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാവരും ചെന്ന് കണ്ടോളൂ കേട്ടോ ഗൈസ്. ഇതാണ് എൻ്റെ എക്സാമിന്റെ റിസൾട്ട്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചതിൽ അടിപൊളിയായിട്ട് എനിക്ക് റിസൾട്ട് ഇത് വന്നിട്ടാണ്. എൻ്റെ എക്സാം റിസൾട്ട് വന്നിട്ട് എല്ലാത്തിനും A1 ആണ്, പക്ഷെ മലയാളത്തിന് വെച്ച് ബാക്കി എല്ലാത്തിനും A1 ആണ്. മലയാളത്തിൽ A2 ആണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയത് കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹിന്ദി സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയമായിരുന്നു, പക്ഷെ അതിന് വരെയും A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഞാൻ കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് ഹിന്ദിക്കൊക്കെ എനിക്ക് A1 കിട്ടിയത്. ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വന്നിട്ട് നമ്മുടെ ജൂണിലത്തെ ഒരു അടിപൊളിയായിട്ടുള്ള പ്ലാനർ ചെയ്യാൻ പോകുകയാണ് ഗൈസ്. അപ്പോൾ ജൂണിൽ വന്നിട്ട് ഒരു റെയിനി തീമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പെൻസിൽ വെച്ച് ഫസ്റ്റത്തെ 2 പേജ് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യണതിന് മുമ്പായിട്ട്, നിങ്ങൾക്കും എൻ്റെ പോലെ ഇതുപോലെ പ്ലാനറൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ സെയിം ആയിട്ടുള്ള ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത വർക്ക് വന്നിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. നിങ്ങളുടെ പേരും കൂടി ആഡ് ചെയ്യണം, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണെന്നും കൂടി ആഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് മന്ത് മുതൽ നമ്മൾ പ്ലാനർ ഉണ്ടാക്കുമ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങളുടെ ചെയ്ത വർക്കും അതേപോലെ തന്നെ നിങ്ങളുടെ പേരും നിങ്ങൾ എത്രയെല്ലാം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് മന്തിലെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ അയക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത ക്രാഫ്റ്റ് വർക്ക്സിൻ്റെ ഫോട്ടോസും കൂടി അയച്ചു തരാൻ നോക്കാം കേട്ടോ. അതിലും നിങ്ങളുടെ പേര് ആഡ് ചെയ്യണം. ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇൻസ്റ്റേഡി വന്നിട്ട് ഗേൾസ് ഓഫ് സുഹാന എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും അതിലേക്ക് വേഗം തന്നെ അയക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യത്തെ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീം പേജാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ തീം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഭയങ്കര മഴയും കാറ്റും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള റെയിനി തീമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ജൂൺ വന്നിട്ട് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഞാൻ റെയിനി തീമാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർട്ടിന്റെ തീം യൂസ് ചെയ്യാം, ഫ്ലവേഴ്സ്, ചെടികൾ, അങ്ങനെ ഓരോരോ തീം നിങ്ങൾക്ക് ആവശ്യമുള്ളത് യൂസ് ചെയ്യാം. ഇപ്പോൾ സ്കൂളാണ്, അപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയാണ് ജൂണിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്കും അതേപോലെ തന്നെ സ്കൂളായിട്ട് ബന്ധപ്പെട്ട തീംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ മഴയുടെ തീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ തുടങ്ങല് വരില്ലാത്ത ബുക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അതാവുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. വരില്ലാത്ത ബുക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഒരു അത്യാവശ്യം ഒരു കോളേജ് ബുക്കൊക്കെ പോലത്തെ ബുക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക, കുറച്ച് വലുതൊക്കെ ആയിട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പെൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ബ്ലാക്ക് പെൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ചൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ സ്കെച്ചൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഇടക്ക് സ്കെച്ച് യൂസ് ചെയ്യാറുണ്ട്, ഇടക്ക് വന്നിട്ട് ബ്ലാക്ക് പെന്ന് യൂസ് ചെയ്യാറുണ്ട്.
അപ്പൊ ചിലതൊക്കെ ഞാൻ വരച്ചാലൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റി വരച്ചു കൊടുക്കുന്നുണ്ട്. വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് ഓരോ ലെറ്റർ ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കും. ഞാൻ ഇത് സ്പീഡിൽ ഇടാൻ പോവാണ്, കാരണം വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചാണ്. ഈ പേജ് വന്നിട്ട് അടിയിൽ നമുക്കൊരു തോട്ട് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോട്ട് കൊടുക്കാം. പിന്നെ വന്നിട്ട് ഇവിടെ തീമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ ഗൈസ്. ഞാൻ വിചാരിച്ചു സ്പീഡിലാക്കി വീഡിയോ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കില്ലേ ഗൈസ്. ഞാനിത് മൊത്തം ചെയ്തിട്ട് ബാക്കി പറയാം കേട്ടോ ഗൈസ് എന്താ സംഭവം എന്നുള്ള കാര്യം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ തീം പേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് തോട്ട്സും കൊടുത്ത് അതിനൊക്കെ കുറച്ച് ഡിസൈനിങ് ഒക്കെ കൊടുത്ത് അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോഴാണെങ്കിൽ ഇവിടെ നല്ല മഴയുണ്ട്. മഴയത്ത് നല്ല മഴ പോലത്തെ തീം ചെയ്യാൻ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം ചെയ്യാം. ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള തീമാണ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം നിങ്ങൾക്ക് ആ തീം ചെയ്യാം. ഞാനിവിടെ ഒരു അടിപൊളി എൻ്റെ റെയിൻ തീമാണ് ചെയ്തേക്കുന്നത്. ഒരു അടിപൊളി തോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ തോട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു തീം വന്നിട്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മുടെ മേഘത്തിന് ക്ലൗഡിന് കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. എവിടെ തൊട്ടാലും ക്യൂട്ട്നെസ്സിൽ അവസാനിക്കും കേട്ടോ ഗീസ്. പിന്നെ ഞാൻ ജേഡ് അവിടെ ഒരു കൊട പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മഴയത്ത് നമ്മൾ കൊടയൊക്കെ മെയിൻ ആണല്ലോ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് തീം പേജ് ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീം പേജിന്റെ ഇപ്പുറത്തുള്ള പേജ് സെറ്റ് ആക്കാം. ഈ ഒരു പേജിന്റെ പേരാണ് വന്നിട്ട് കലണ്ടർ പ്ലാനിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മെയിൻ ആയിട്ട് അല്ല ടെസ്റ്റ് പേപ്പേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേയോ അങ്ങനെ കുറച്ച് പെട്ടെന്ന് ഓർക്കാൻ പറ്റിയ പെട്ടെന്ന് ഇവിടെ എഴുതി വെക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. കുഞ്ഞിതായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ കലണ്ടർ യൂസ് ചെയ്യുന്നത്. ഇതും ഞാൻ പെൻസിൽ വെച്ചിട്ട് ഓൾറെഡി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഒരു ചെറിയൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എങ്ങനെ വരയ്ക്കണം, എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അടിയിൽ റിമൈൻഡേഴ്സ് എന്ന് കൊടുത്തിട്ടില്ലേ, ആ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ എഴുതാനായിട്ട് തികയാത്ത, കോളത്തിൽ എഴുതാനായിട്ട് തികയാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അടിയിൽ ഡേറ്റ് ഇട്ട് എഴുതി കൊടുക്കാം. അപ്പോൾ ഇതിനാണ് പറയുന്നത് സ്മോൾ കലണ്ടർ പ്ലാൻ ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേഗത്തിൽ ചെയ്തിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതും വന്നിട്ട് ഫസ്റ്റ് തന്നെ പേന വെച്ച് ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ട് പിന്നെ കളറിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ പിന്നെയാണ് ചെയ്യണത്. ഈ വീഡിയോ വന്നിട്ട് ഞാൻ ടൈം ലാപ്പിലാണ് ഇടുക, കാണിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് ബോർ അടിക്കല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഗൈസ്. ഇങ്ങനെ നമ്മുടെ കലണ്ടർ പ്ലാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഞാൻ ഫൈനൽ ലുക്കാണ് ഇപ്പൊ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ 2 ക്ലൗഡ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലൗഡാണ്. അതിൽ നിന്ന് ഇങ്ങനെ മഴത്തുള്ളി ഇങ്ങനെ വീഴുന്ന പോലെയാണ് ഈ ഒരു കലണ്ടർ പ്ലാനിലേക്ക്. പിന്നെ വന്നിട്ട് കലണ്ടർ പ്ലാന് ഞാനിവിടെ സ്കെച്ചും ബ്ലാക്ക് പെന്നും ബ്ലൂ കളർ സ്കെച്ചും യൂസ് ചെയ്തിട്ടാണ് ഇത് വരച്ചിട്ടുള്ളത് കേട്ടോ ഗൈസ്. കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടും ഇതുപോലെ ബ്ലൂ വെച്ചൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടിയിൽ വന്നിട്ട് റിമൈൻഡേഴ്സിൽ ഞാൻ കൊടുത്തിട്ടുള്ള സ്റ്റിക്കി നോട്ടാണ്. ഞാൻ വന്നിട്ട് കുറെ എഴുതുന്ന ആളാണ്, അപ്പൊ എനിക്ക് കുറേയൊക്കെ എഴുതാനുണ്ടാവും. അപ്പൊ ഞാൻ വന്നിട്ട് സ്റ്റിക്കി നോട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിക്കി നോട്ടിലാവുമ്പോൾ നമ്മൾ ഒരു ദിവസം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പേജ് മറിച്ചിട്ട് ഇവിടെ എഴുതാം അങ്ങനെ കുറേ എഴുതാനായിട്ടുണ്ടാവും. അങ്ങനെ 2 പേജിലും റിമൈൻഡേഴ്സിന് വേണ്ടി ഞാൻ ഇതുപോലെ ഈ രണ്ട് സൈഡിലും സ്റ്റിക്കി നോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താലോ എഴുതാലോ, അതിന് 3-4 ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ 2 പേജ്. ഇത് വന്നിട്ട് നമ്മുടെ എന്താ പറയാ തീം പേജും ഇത് വന്നിട്ട് കലണ്ടർ പ്ലാനും ആണ്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജിൽ ഈ പേജ് വന്നിട്ട് ഞാൻ വിട്ടു കൊടുക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വന്നിട്ട് കുറച്ച് പാടൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ പേജ് വന്നിട്ട് ഞാൻ വിട്ടു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ പേജിലാണ് നമ്മൾ നെക്സ്റ്റ് എഴുതാൻ പോകുന്നത്.
അപ്പൊ ഞാൻ വിചാരിച്ചു പെൻസിൽ വെച്ച് വരയ്ക്കണ്ട, കാരണം വെച്ചാൽ പെൻസിൽ വെച്ച് വരച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മായ്ക്കാൻ നടക്കണം, അതിന് കുറച്ച് പണിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നേരിട്ട് പേപ്പറിലേക്ക് അങ്ങോട്ട് എഴുതി കൊടുക്കാം, പെൻസിൽ വെച്ച് വരയ്ക്കാണ്ട്. ചെറുതായിട്ട് ലൈൻ മാത്രമേ ഞാൻ വരച്ചു കൊടുക്കുന്നുള്ളൂ, സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വളഞ്ഞു തിരിഞ്ഞു പോവും. അതുകൊണ്ട് വര മാത്രം വരച്ച് ബാക്കിയൊക്കെ ഞാൻ നേരിട്ടാണ് വരയ്ക്കുന്നത്. വരച്ചിട്ട് കാണും, കാരണം വെച്ച് കഴിഞ്ഞാല് വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേജിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂഡ് ട്രാക്കർ ആണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓരോ ദിവസത്തെ മൂഡ് ഫീലിങ്സ് ഒക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ഈ ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓരോ ദിവസം ഡിഫറെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ എല്ലാം സെയിം ആയിരുന്നു, അത് കളർഫുൾ ആയിട്ടാണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവസാനം ഈ മന്ത് അവസാനം ആവുമ്പോൾ മനസ്സിലാവും കേട്ടോ, കളർ ചെയ്ത് വരുമ്പോൾ. ഇങ്ങനെ നമ്മുടെ നെക്സ്റ്റ് പേജ് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തേർഡ് പേജ് ആണ് ഇത്. വന്നിട്ട് മൂഡ് ട്രാക്കർ എന്നാണ് ഈ പേജിന്റെ പേര്. ഇത് ഞാൻ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഓരോ ഡ്രോപ്പിൽ ഓരോ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോ 1-ാം തീയതിയാണ് ആ ദിവസം, അന്നത്തെ ദിവസം ചിലപ്പോൾ വേണമെങ്കിൽ ബാഡ് ആയിരിക്കും. ബാഡ് ആണെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് കൊടുക്കാം, ഡാർക്ക് ബ്ലൂ. ഇപ്പൊ നമുക്ക് 2-ാമത്തെ ദിവസം വന്നിട്ട് ബോറിംഗ് ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റെഡ് കളർ കൊടുക്കാം. ഇനി 3-ാമത്തെ ദിവസം ഗുഡ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലൂ കളർ കൊടുക്കാം, ഈ ഒരു ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കാം. അങ്ങനെ ഇതുപോലെ നമ്മുടെ ഈ ഒരു മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ എല്ലാവർക്കും സെയിം ആയിട്ടുള്ളതായിരിക്കും, എല്ലാ ദിവസവും വേണമെങ്കിൽ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ വേറെ വേറെ കളർഫുൾ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ഒക്കെ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയിരിക്കും വരാൻ പോകുന്നത് ഓരോ ഡ്രോപ്പിൽ. അങ്ങനെ അതേപോലെയാണ് നമ്മുടെ ഈ ഒരു മൂഡ് ട്രാക്കർ വന്നിട്ടുള്ളത്. അതിന്റെ സൈഡിലായിട്ട് ഞാൻ ഒരു റെയിൻബോ കൊടുത്തിട്ടുണ്ട്, ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു റെയിൻബോ ആണ്. അതിൽ നിന്ന് മഴത്തുള്ളിയും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇടിവെട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവിടെയൊക്കെ ആയിട്ട് ഞാൻ ഇടിവെട്ടിന്റെ സൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു റെയിൻബോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു പേജ് വന്നിട്ടുള്ളത്. സൈഡിൽ ഞാൻ 2 സൈഡിലും ബോർഡർ ആയിട്ട് ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്, കേവ് ആയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പേജിന്റെ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അപ്പൊ നെക്സ്റ്റ് പേജ് വന്നിട്ട് നമ്മൾ 2 പേജും കൂട്ടി ഒരുമിച്ചാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ പേജിൽ വന്നിട്ട് നല്ല രീതിക്ക് മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പേജ് ആയിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാന്ന്. കാരണം നമ്മൾ 2 പേജിൽ ഒരുമിച്ചായിട്ട് ഒരു കലണ്ടർ ചെയ്യാൻ പോകുകയാണ്, ഒരു ഡേ കലണ്ടർ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. പിന്നെ കലണ്ടർ പേജ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാനിവിടെ കറക്റ്റ് ആയിട്ട് എല്ലാത്തിനും ഒരേ ലെവലിലാണ്, ഒരേ അളവിലാണ് നമ്മള് കലണ്ടറിൽ ഓരോ ഡേറ്റിനും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആദ്യം ഒരു കലണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ ഒരു ബിഗ് വേർഷൻ ആയിട്ട് വരും. ഇതൊരു സ്മോൾ വേർഷൻ ആണ്, ഇതിന്റെ ബിഗ് വേർഷൻ ആയിട്ട് വരും ഇത്. അപ്പൊ മുകളിൽ കലണ്ടറിന് എഴുതി കൊടുത്തിട്ടുണ്ട്, 2-3 എന്താ പറയാ ക്ലൗഡ് വരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യൂട്ടായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ക്ലൗഡ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് പേജ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജ് ഇതാണ്, സെക്കൻഡ് പേജ് ഇതാണ്, തേർഡ് പേജ് വന്നിട്ട് നമ്മുടെ മൂഡ് ട്രാക്കർ ആണ്, ഫോർത്ത് പേജ് വന്നിട്ടാണ് നമ്മൾ ഒറ്റ പേജിൽ 2 പേജിൽ ഒറ്റയാക്കിയാണ് ചെയ്തേക്കുന്നത് കലണ്ടർ ഒരു വലിയതായിട്ട്. ഇത് നമുക്ക് ഓരോ ദിവസവും നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ നടന്ന കാര്യങ്ങളോ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയാണ് കലണ്ടർ വന്നിട്ടുള്ളത്. ഇനി വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പേജിൽ ചെയ്യാൻ പോകുന്നത് സ്കൂളിലത്തെ ടൈം ടേബിൾ ഒക്കെ എഴുതാനുള്ള ഒരു പേജാണ്. ഇതിൽ വന്നിട്ട് നമുക്ക് എന്താ പറയുക പ്ലാൻ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. നമ്മുടെ പ്ലാനറിൽ ഇതുപോലെ ഒരു ടൈം ടേബിൾ നമ്മുടെ സ്കൂളിലത്തെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാനവിടെ പേജ് വിട്ടു കൊടുത്തിട്ട് ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത ശേഷം പേജ് അവിടെ വിട്ടു കൊടുക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ പറഞ്ഞാലാണല്ലോ അതിന്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ എഴുതി കൊടുക്കാനാണ് വിചാരിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ ഹെഡിങ് എഴുതട്ടെ കേട്ടോ ഗൈസ്. അങ്ങനെ ടൈം ടേബിൾ പേജ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ചിരിച്ചാണ് ചെയ്തിട്ടുള്ളത്, ബോക്സ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പേജ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഇനി 6-ാമത്തെ പേജാണ് നമ്മുടെ ഹാബിറ്റ് ട്രാക്കർ. അത് ഞാൻ ഹെഡിങ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് ഒരു അടിപൊളിയായിട്ടുള്ള ക്ലൗഡ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ മഴ പെയ്യണ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഹാബിറ്റ് ട്രാക്കറിൽ വരത്തേക്കുന്നത്. ഇതിൽ നമ്മൾ കുഞ്ഞിതായിട്ട് കലണ്ടർ എല്ലാത്തിനും എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഞാൻ ഇവിടെ ഡ്രിങ്ക് വാട്ടർ മാക്സിമം ഒരു ദിവസം ഒരു 8 ലിറ്റർ വാട്ടർ എങ്കിലും കുടിക്കണം, അത് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കിൻ കെയർ ഡെയിലി ചെയ്യണം, പിന്നെ ഹെയർ കെയർ, സ്റ്റഡി 1 അവർ, പിന്നെ എക്സസൈസ്, ഡെയിലി പ്ലാനർ എഴുതണം. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു ദിവസം എടുത്തിട്ട് നമ്മളിപ്പോൾ 1-ാം തീയതി ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആ നമ്പർ കട്ട് ചെയ്യാം. അങ്ങനെ ഓരോ ദിവസം ചെയ്യണ അനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് പോവാം. അപ്പോൾ ചെയ്യാത്ത ദിവസമാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട, വെറുതെ അവിടെ വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഒരു മാസം എത്ര പ്രാവശ്യം നമ്മൾ ഓരോന്നും ചെയ്തെന്നൊക്കെ ഉള്ള കണക്ക് മനസ്സിലാവും. പിന്നെ ഇത് വെട്ടാൻ വേണ്ടി മാത്രമേ നമ്മളിതിങ്ങനെ
ചെയ്യാനുള്ള സാധ്യതയും കൂടും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഇനി നെക്സ്റ്റ് പേജ് വന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ പേജ് വിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പുറത്തെ പേജിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മുകളിൽ വന്നിട്ട് ടു ഡു ലിസ്റ്റ് ആണ്. ഇതിൽ വന്നിട്ട് ഞാൻ സ്റ്റിക്കി നോട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 3-4-5 ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു 3-4-5. അപ്പൊ ഇത് നമുക്ക് ഓരോ ദിവസമുള്ള എന്താ പറയുക ടെസ്റ്റ് പേപ്പറിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ റിവിഷന്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനും അതുപോലെ സ്കൂളിൽ നിന്ന് തന്നെ വർക്ക്സും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതി വെക്കാനുള്ളതാണ് ഈ 2 ടു ഡു ലിസ്റ്റിന്റെ അടിയിൽ കൊടുത്തേക്കുന്നത് ഈ 2 സ്റ്റിക്കി നോട്ട്സിൽ എഴുതാനുള്ളത്. ഇതിന്റെ അടിയിൽ വന്നിട്ട് ഇത് എനിക്ക് മാത്രമുള്ളതാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം കേട്ടോ ഗൈസ്. ഇത് വന്നിട്ട് യൂട്യൂബ് പ്ലാൻ ആണ്. അപ്പൊ എനിക്ക് യൂട്യൂബിൽ ഇടാനുള്ള ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എഴുതാനും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു ഈ ഒരു ജൂണിൽ, എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റി യൂട്യൂബിൽ നിന്നും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാനാണ് ഇതിന്റെ അടിയിൽ വന്നിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാനൊരു അടിപൊളിയായിട്ടുള്ള ക്ലൗഡ് കൊടുത്തിട്ടുണ്ട്, ഒരു ക്യൂട്ട് ക്ലൗഡ്. ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു ക്യൂട്ട് ക്ലൗഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പേജ് വന്നിട്ട്. ഇതോടുകൂടി നമ്മുടെ പ്ലാനറുടെ ഫുൾ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ ലുക്ക് കാണാം കേട്ടോ. നമുക്ക് കണ്ടു തുടങ്ങിയാലോ. നമ്മുടെ ജൂൺ പ്ലാനർ വന്നിട്ട് നല്ല മഴയുടെ തീമിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പേജ് വന്നിട്ട് ഇതാണ്. ഇത് തീം പേജ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു റെയിനി തീമാണ് ഞാൻ അവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള ടോട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് നമ്മളൊരു കലണ്ടർ, സ്മോൾ കലണ്ടർ, നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും മറന്നു പോകാതിരിക്കാനുള്ള റിമൈൻഡേഴ്സ് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാനുള്ളതാണ്. ഇത് വന്നിട്ട് ഇതിന്റെ അടിയിൽ വന്നിട്ട് ഞാൻ സ്റ്റിക്കി നോട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് തികഞ്ഞില്ലെങ്കിൽ ഡേറ്റ് ഇട്ട് നമുക്ക് ഇവിടെ 2 സൈഡിലും ഡേറ്റ് ഇട്ട് നമുക്ക് സ്റ്റിക്കി നോട്ടിൽ എഴുതി കൊടുക്കാം. നന്നായിട്ട് ഞാൻ ഇവിടെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ക്ലൗഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് കാണാം. ഈ നെക്സ്റ്റ് പേജ് ഇവിടെ വന്നിട്ട് ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ മൂഡ് ട്രാക്കർ ആണ്. ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓരോ ദിവസത്തെ മൂഡ് ഏതാണോ, ഫീലിങ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കളർ അടിച്ച് കൊടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ 3 ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറെ ആഡ് ചെയ്ത് കൊടുക്കാം. എക്സലന്റ്, ബെസ്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3 ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ക്ലൗഡ് കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് പേജ് ഇതാണ് നമ്മുടെ ബിഗ് കലണ്ടർ വന്നിട്ട്. അപ്പൊ ഇവിടെ നമ്മള് നമ്മുടെ ആദ്യം ചെയ്തില്ല അതിന്റെ ഒരു ബിഗ് വേർഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്കൂളിൽ നടന്ന ഓരോ കാര്യങ്ങൾ അതേപോലെ തന്നെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്തു അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കുഞ്ഞു കുഞ്ഞിതായിട്ട് എഴുതി വെക്കാം. ഇനി ഇപ്പുറത്തെ പേജ് വന്നിട്ട് നമ്മുടെ സ്കൂളിലെ ടൈം ടേബിൾ ആണ്. അപ്പൊ ടൈം ടേബിൾ വന്നിട്ട് കിട്ടുമ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം. ഇവിടെ 2 ക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്ലൗഡ് കൊടുത്തിട്ടുണ്ട്, നല്ല മഴയൊക്കെ പെയ്യുന്ന, അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്ത് നോക്കാം. ഇപ്പുറത്ത് വന്നിട്ട് നമ്മുടെ ഹാബിറ്റ് ട്രാക്കർ ആണ്. ഇത് വന്നിട്ട് ഞാൻ എന്താ പറയാ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള കുറച്ച് ട്രാക്കേഴ്സും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ എഴുതി കൊടുത്തേക്കുന്നത്, ഹാബിറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് ലാസ്റ്റ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേളിൽ കൊടുത്തിട്ടുള്ള ടു ഡു ലിസ്റ്റും അടിയിൽ യൂട്യൂബ് പ്ലാനും ആണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി പ്ലാനർ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.